കിനാവിൻ്റെ തീരത്ത് ഭാഗം 72-73. തല കറങ്ങി വീഴണമെന്നുണ്ടെങ്കിൽ അവൾ രാത്രി എത്ര ഉറക്കം ഒഴിച്ചിട്ടുണ്ടാകും? സതിയുടെ വാക്കുകൾ കേൾക്കി വിനോദിനു പോലും ദേഷ്യമാണ് തോന്നിയത്. അപ്പോൾ സുധിയുടെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് അവൻ ആ നിമിഷം ചിന്തിച്ചത്. സുധിയിൽ നിന്നും പ്രതികരണം ഒന്നും ഉണ്ടാകാതിരുന്നപ്പോൾ സതിയും ഒന്ന് ഭയന്നിരുന്നു. അവൾക്ക് ബോധം വരുമ്പോൾ എന്നെ ഒന്ന് വിളിക്കാൻ അമ്മ പറ. അത്രയും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തപ്പോൾ എവിടെയൊക്കെയോ ഒരാശ്വാസം സതിക്കും തോന്നിയിരുന്നു. മകനിലും ചെറിയ രീതിയിൽ സംശയത്തിൻ്റെ തരികൾ വീഴ്ത്താൻ തനിക്ക് സാധിച്ചു എന്നുള്ള ഒരു വിശ്വാസമായിരുന്നു ആ നിമിഷം അവരുടെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നത്. എന്നാൽ സുധിയുടെ അടുത്ത പ്രവൃത്തി എന്താണെന്നറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു വിനോദ്. കുറച്ച് അധിക സമയങ്ങൾക്ക് ശേഷമാണ് മീര കണ്ണു തുറന്നത്. ആ സമയത്ത് തന്നെ സതി അവളുടെ അരികിലേക്ക് ചെന്നു. ഞാൻ എവിടെയാ? മൊത്തത്തിലൊന്ന് നോക്കിയതിനു ശേഷം അവൾ ചോദിച്ചു. കൂടുതൽ നീ പൊട്ട് കളിക്കല്ലേ, ഇപ്പോൾ ആശുപത്രിയില്ല. നിന്റെ കള്ളത്തരങ്ങളൊക്കെ സുധി കയ്യോടെ കണ്ടുപിടിച്ചു. അല്പം ഗർവോടെ കൂടെ തന്നെ അവർ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. കള്ളത്തരവോ? അമ്മ എന്തൊക്കെയാ പറയുന്നത്? രാത്രിയിൽ ഉറക്കം ഒഴിച്ചിരുന്ന് നിനക്ക് എന്തുവാ പരിപാടിയെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. ഇന്ന് തൊട്ട് ഞാൻ ഉറങ്ങുന്നില്ല. നീ രാത്രിയിൽ എന്താ ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ടേ ഇനി എനിക്കൊരു സമാധാനമുള്ളൂ. ഇവിടുത്തെ ഡോക്ടർമാരൊക്കെ പറഞ്ഞത് നിനക്ക് ഉറക്കമില്ലെന്നാ. നീ ഉറക്കമില്ലാത്ത എന്ത് പരിപാടിക്കാ രാത്രി പോകുന്നതെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. ദേഷ്യത്തോടെ അവർ പറഞ്ഞപ്പോൾ ആ നിമിഷം ഭൂമി പിളർന്ന് താഴെ പോകണമെന്നാണ് അവൾക്ക് തോന്നിയത്. തലകറക്കം ഉറക്കക്കുറവ് കൊണ്ടാണെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടാവും. അതിന് മറ്റൊരർത്ഥമാണ് അമ്മ നൽകിയിരിക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലായി. ഇതിനോടകം തന്നെ സുധിയോടും അവർ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടാകുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ഒരുപാട് എഴുതുവാനും അസൈൻമെൻറ്റും ഒക്കെ ഉള്ളതുകൊണ്ടാണ് രാത്രിയിൽ പലപ്പോഴും ഉറങ്ങാതിരുന്നത്. അപ്പോഴാണ് അതൊക്കെ ചെയ്യുന്നത്. പകൽ സമയങ്ങളിൽ ജോലി ചെയ്യേണ്ടതുണ്ട്. പലപ്പോഴും പഠനം രാത്രിയിലേക്ക് മാറ്റിവെക്കുകയാണ് ചെയ്യാറ്. ഇതിനിടയിൽ പഠിക്കാൻ പോയാൽ ഒന്നും തലയിൽ കയറുകയുമില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് എഴുതാനും വരയ്ക്കാനും ഒക്കെയുണ്ട്. എല്ലാം വരച്ചെഴുതി പഠിച്ചു വരുമ്പോൾ സമയം ഏകദേശം 1 മണിയോടടുത്തിട്ടുണ്ടാകും. ആകെ 2-3 മണിക്കൂറാണ് ഉറങ്ങുന്നത്. കാലത്തെ 4 മണിയാകുമ്പോൾ ഉണരുകയും ചെയ്യും. ഇതൊന്നും സുധിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവനെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയാണ് പറയാതിരുന്നത്. മാത്രമല്ല 1 വർഷം കൂടി കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്നുകൂടി ഓർത്ത്. താൻ ഇത്രയും ബുദ്ധിമുട്ട് സഹിക്കുന്നു എന്നറിഞ്ഞാൽ ഇനി പഠിക്കാൻ പോകണ്ട എന്ന് അവൻ പറഞ്ഞാലോ എന്ന ഒരു ഭയം അതിൽ കൂടി ഉണ്ടായിരുന്നു. ഈ ഒരു കാര്യം കൊണ്ട് താൻ ഇപ്പോൾ മോശക്കാരി ആയിരിക്കുകയാണെന്ന് മീര ചിന്തിച്ചു. അമ്മ തന്നെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത് ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ്. ഇതൊക്കെ സുധി അറിഞ്ഞിട്ടുണ്ടാകും. തന്നെക്കുറിച്ച് അവൻ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? എപ്പോഴും രാത്രിയിൽ 10 മണിക്ക് ശേഷം സുധിയേട്ടനോട് സംസാരിക്കാൻ തയ്യാറാകാത്ത ആളാണ് താൻ. അങ്ങനെയുള്ള താൻ രാത്രിയിൽ ഉറങ്ങുന്നില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ അമ്മയുടെ ഈ വാക്കുകൾ കൂടി കേട്ടപ്പോൾ സുധിയേട്ടൻ എന്തായിരിക്കും കരുതിയിട്ടുണ്ടാവുക? ആ നിമിഷം അവളുടെ മനസ്സിൽ സുധിയെക്കുറിച്ച് മാത്രമുള്ള ചിന്തയാണ് വന്നത്. അവൾ ഉടനെ തന്നെ ഫോണെടുത്ത് അവൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. ആദ്യം കോൾ കട്ട് ചെയ്യുകയായിരുന്നു ചെയ്തത്. അത് കണ്ടപ്പോൾ തന്നെ അവൾക്ക് വല്ലാത്ത സങ്കടം വന്നു. മിഴികൾ നിറഞ്ഞു തുടങ്ങിയപ്പോഴാണ് അവൻ്റെ ഫോൺ കോൾ തിരികെ വരുന്നത്. ഓഡിയോ കോളാണ്. സാധാരണ ഇങ്ങനെ വിളിക്കുന്നതല്ല. അവൾ പെട്ടെന്ന് ഫോണെടുത്തു. മീര, താൻ ഓക്കെയാണോ? എന്തുപറ്റി? എന്താ ഉറക്കമില്ലേ നിനക്ക്? ഡോക്ടർ പറഞ്ഞു താൻ ഉറങ്ങുന്നില്ലെന്ന്. എന്താ പറ്റിയത്? എന്താണെങ്കിലും തനിക്ക് എന്നോട് പറയാമായിരുന്നില്ലേ? ഒരു നിമിഷത്തിൽ 100 ചോദ്യങ്ങൾ അവൻ്റെ ശബ്ദത്തിൽ നിറഞ്ഞു നിന്നത് സംശയമായിരുന്നില്ല, ആകുലതയായിരുന്നു എന്നറിഞ്ഞപ്പോൾ അവൾക്ക് പകുതി ആശ്വാസമാണ് തോന്നിയത്. അല്ലെങ്കിലും തന്നെ എന്നും മനസ്സിലാക്കാൻ അവന് സാധിച്ചിട്ടുണ്ട്. തൻ്റെ കാര്യത്തിലൊരു വിശദീകരണം അവന് നൽകേണ്ടതായി വന്നിട്ടില്ല. ആശ്വാസം തോന്നിയെങ്കിലും സത്യാവസ്ഥ അവനോട് തുറന്നു പറയണമെന്ന് അവൾക്ക് തോന്നി. പക്ഷേ സതി അരികിലിരിക്കുകയാണ്. എങ്ങനെയാണ് താൻ പറയുന്നത്? അവരെ കുറ്റപ്പെടുത്തി താൻ സംസാരിച്ചു എന്നല്ലേ ആ നിമിഷം അവർ കരുതുകയുള്ളൂ. ഞാൻ പറഞ്ഞത് താൻ കേൾക്കുന്നുണ്ടോ? സുധിയിൽ നിന്ന് വീണ്ടും ചോദ്യം ഉയർന്നു വന്നു. ഉവ്വ് സുധിയേട്ടാ, എനിക്ക് തീരെ വയ്യ. ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം സുധിയേട്ടനെ വിളിക്കാം. അപ്പോൾ ഞാൻ സംസാരിക്കാം. ആ മതി, റെസ്റ്റ് എടുത്തു. അത് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തപ്പോൾ അവൾക്ക് ആശ്വാസം തോന്നി. സതി അവളെ തന്നെ സൂക്ഷിച്ചു നോക്കിയിരിക്കുകയാണ്. അവരോട് കൂടുതൽ വിശദീകരണം നൽകേണ്ട ആവശ്യമുണ്ടെന്ന് അവൾക്ക് തോന്നിയില്ല. വൈകുന്നേരം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയിരുന്നു. നേരെ മുറിയിലേക്ക് ചെന്ന് കിടക്കുകയാണ് അവൾ ചെയ്തത്. നല്ല ക്ഷീണമുണ്ട്. അടുക്കളയിൽ താൻ കയറാത്തതിന് എന്തൊക്കെയോ പറയുന്നുണ്ട് അടുക്കളയിൽ നിന്ന് സതി. കുറച്ചു സമയം അവൾ അതൊന്നും കേട്ടില്ല എന്ന് കരുതി. ശേഷം ഫോണെടുത്ത് സുധിയെ വിളിച്ചു. അവളുടെ കോൾ കാത്തിരുന്നത് പോലെ അവൻ ഫോണെടുത്ത് വളരെ സൗമ്യമായി അവളോട് അവൻ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. രാത്രിയിലെ പഠനക്ഷീണമാണ് അവളെ തളർത്തിയത് എന്നറിഞ്ഞപ്പോൾ അവനാണ് നൊമ്പരപ്പെട്ടത്.
താൻ കാരണമാണ് അവളിപ്പോൾ ആ വീട്ടിൽ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്ന ചിന്ത അവനെയും തളർത്തിക്കളഞ്ഞിരുന്നു. ഇനി എന്താണ് അവളോട് പറയേണ്ടത്? ഉറക്കവും ആരോഗ്യം കളഞ്ഞിട്ടുള്ള പഠിത്തമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, തന്നെ കൊണ്ട് പറ്റുന്ന ജോലികൾ ചെയ്താൽ മതിയെന്ന്. ഈ ജോലികൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് പഠനത്തിന് പ്രാധാന്യം കുറഞ്ഞു പോകുന്നത്. തൽക്കാലം താൻ നന്നായിട്ട് പഠിക്കാൻ നോക്ക്. ഇനിയും വീട്ടിലെ ജോലികളൊന്നും ചെയ്ത് ബുദ്ധിമുട്ടാൻ നിൽക്കണ്ട. അതിൻ്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അത് ഞാൻ നോക്കിക്കോളാം. ഇതിനെന്താണൊരു പരിഹാരം കാണാൻ പറ്റുന്നത്? നോക്കട്ടെ ഞാൻ എന്ത് ചെയ്യണമെന്ന്. അവൻ അത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അവന് വിഷമമായിട്ടുണ്ടാവൂ എന്ന് മീരയ്ക്ക് ഉറപ്പായിരുന്നു. അന്ന് രാത്രിയിൽ അവൾ ജോലികളൊന്നും ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവളെ ആരും ഭക്ഷണം കഴിക്കാനും വിളിച്ചില്ല. അതവൾക്ക് വല്ലാത്ത വേദനയാണ് ഉണ്ടാക്കിയത്. ഒരു ദിവസം വയ്യാതെ കിടന്നപ്പോഴാണ് എല്ലാവരുടെയും സ്വഭാവം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രമ്യ പോലും തന്നെ ഒന്ന് വിളിച്ചില്ലല്ലോ എന്ന വേദന അവളെ വല്ലാതെ കാർന്നു തിന്നാൻ തുടങ്ങി. ദിവസത്തിൽ പകുതിയിലധികം ദിവസവും താൻ ചെലവഴിക്കുന്നത് രമ്യയുടെ മകൾക്കൊപ്പമാണ്. രമ്യ പോലും ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങളാണ് കുഞ്ഞിനു വേണ്ടി ചെയ്തു കൊടുക്കുന്നത്. അതൊന്നും ഒരിക്കലും ഒരു മോശം കാര്യമായി താൻ കരുതിയിട്ടുമില്ല. തനിക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ താൻ എങ്ങനെ നോക്കുക, അങ്ങനെ മാത്രമേ കരുതിയിട്ടുള്ളൂ. കുഞ്ഞിൻ്റെ ഡയപ്പർ മാറുന്ന കാര്യം പോലും രമ്യയ്ക്ക് മടിയാണ്. അക്കാര്യം പോലും താനാണ് ചെയ്യുന്നത്. അവളെ ഉറക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും ഒക്കെ താനാണ്. ഒരു വേലക്കാരിയോടുള്ള സ്നേഹമെങ്കിലും തന്നോട് അവൾക്ക് കാണിക്കാമായിരുന്നില്ലേ എന്നാണ് ആ നിമിഷം മീര ചിന്തിച്ചത്. സതിയിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് വലിയ വിഷമം തോന്നുന്നില്ല. ഡ്രിപ്പിട്ടതിനാൽ ക്ഷീണം തോന്നുന്നില്ല. അന്നത്തെ ദിവസം ആഹാരം കഴിക്കാതെയാണ് അവൾ കിടന്നത്. നല്ല ക്ഷീണം ഉള്ളതുകൊണ്ട് ഉറങ്ങിപ്പോയിരുന്നു. പിറ്റേ ദിവസം കോളേജിൽ പോകണ്ട എന്ന് സുധി തലേന്ന് തന്നെ പറഞ്ഞിരുന്നു. രാവിലെ 6:30 ആയപ്പോൾ തന്നെ സുധിയുടെ ഫോൺ കോളാണ് അവളെ വിളിച്ചുണർത്തുന്നത്. അവൾ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിരുന്നു. എന്താ സുധിയേട്ടാ ഈ രാവിലെ? തനിക്ക് അത്യാവശ്യം വേണ്ട ഡ്രസ്സുകളും പിന്നെ പഠിക്കാനുള്ള പുസ്തകങ്ങളെല്ലാം എടുത്ത് റെഡിയായിട്ട് ബാഗ് പാക്ക് ചെയ്തു. എന്താ സുധിയേട്ടാ പറയുന്നത്? ഞാൻ പറയുന്നത് താൻ ആദ്യം കേൾക്ക്, അത് കഴിഞ്ഞിട്ട് എന്നെ വിളിക്കണം. അവൻ പറഞ്ഞതുപോലെ അവൾ ബാഗ് പാക്ക് ചെയ്തതിനു ശേഷം അവനെ വിളിച്ചു. ഇനി താൻ പോയി കുളിച്ച് റെഡിയായിട്ട് നിൽക്ക്. അവൻ്റെ ആ നിർദ്ദേശവും അവൾ അനുസരണയോടെ തന്നെ കേട്ടു. ശേഷം 5 മിനിറ്റിന് ശേഷം ഡോർബെൽ മുഴങ്ങിയിരുന്നു. വാതിൽ തുറക്കാനായി ചെന്നപ്പോൾ സതി വാതിൽ തുറന്നു. മുമ്പിൽ കണ്ടത് മാധവിയെയാണ്. ഒരു നിമിഷം അമ്മയെ കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നിയിരുന്നു. ആ സന്തോഷത്തിൽ ഓടിച്ചെന്ന് അവൾ അമ്മയെ കെട്ടിപ്പിടിച്ചു. തൻ്റെ മകളുടെ കോലം കണ്ട് അക്ഷരാർത്ഥത്തിൽ മാധവി ഞെട്ടിപ്പോയിരുന്നു. അത്രത്തോളം ക്ഷീണിച്ച അവസ്ഥയിലായിരുന്നു ആ സമയത്ത് അവൾ. അതിരാവിലെ മാധവിയെ വീടിനു മുൻപിൽ കണ്ടതിൻ്റെ അമ്പരപ്പിലായിരുന്നു സതിയും. സതിയുടെ മുഖത്തേക്ക് പോലും നോക്കാതെ മീരയോടായി മാധവി പറഞ്ഞു, ഇന്നലെ വൈകുന്നേരം സുധി വിളിച്ചിരുന്നു. രാവിലെയുള്ള ഫസ്റ്റ് ബസ്സിന് വന്ന് നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണമെന്ന് പറഞ്ഞു. മാധവിയുടെ ആ വാക്കുകൾ ഇടിമിന്നൽ പോലെയാണ് സതിയുടെ ഹൃദയത്തിലേക്ക് പതിഞ്ഞത്. എന്തിന്? അതിനെപ്പറ്റിയൊന്നും അവൻ എന്നെ വിളിച്ചു പറഞ്ഞില്ലല്ലോ. പെട്ടെന്നിടയിൽ കയറി മറുപടി പറഞ്ഞത് സതിയാണ്. എങ്കിൽ പിന്നെ സുധിയുടെ അമ്മ സുധിയെ വിളിച്ച് ചോദിച്ചോളൂ. അതുകൊണ്ടാണല്ലോ ഞാൻ ഇവിടെ വരെ വന്നത്. ഇവൾ ഇന്നലെ തല കറങ്ങി വീണു എന്ന് പറഞ്ഞു. ഇവൾക്ക് ഉറക്കമൊന്നും ശരിയാകുന്നില്ല എന്നും ഇവിടെ നിന്ന് പഠിത്തത്തിന് ബുദ്ധിമുട്ടാണെന്നും കുറച്ച് ദിവസം വീട്ടിലേക്ക് കൊണ്ടു നിർത്താനുമാണ് എന്നോട് പറഞ്ഞത്. സുധി പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, മാധവി പറഞ്ഞു. അമ്മയുടെ മോടെ നാടകം കൊള്ളാം. എൻ്റെ മോൻ അങ്ങനെ ഒരു കാര്യം വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പാ. കാരണം അവൻ എന്നോട് പറയാതെ ഓരോ കാര്യങ്ങളും തീരുമാനിക്കില്ല. സുധിയെ വിളിച്ച് ചോദിച്ചു നോക്കൂ, അപ്പോൾ അറിയാമല്ലോ, മാധവി പറഞ്ഞു. ആ നിമിഷം തന്നെ മീരയുടെ ഫോണിൽ സുധിയുടെ കോൾ വന്നത്. അവൾ ഫോൺ എടുത്തതും ഫോൺ തട്ടിപ്പറിച്ച സതി അവരുടെ കൈകളിലാക്കിയിരുന്നു. എന്തുവാടാ നിന്റെ അമ്മായിയമ്മ രാവിലെ വന്ന് എന്നെ ചട്ടം പഠിപ്പിക്കുന്നത്? നീ പറഞ്ഞെന്നോ ഇവളെ വിളിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോകാനോ ഒക്കെ പറയുന്നു. ഭാര്യ വീട്ടുകാരൻ നീയും കൂടി എല്ലാം അങ്ങ് തീരുമാനിച്ചു. എന്നിട്ട് ഞാനിതൊക്കെ മുഹൂർത്തത്തിന് അറിഞ്ഞാൽ മതിയെന്ന് അല്ലേ? ദേഷ്യത്തോടെ സതി ചോദിച്ചു. ആരുമായിട്ടും ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല. എൻ്റെ ഭാര്യയുടെ കാര്യത്തിലുള്ള എൻ്റെ തീരുമാനമാണ് പറഞ്ഞത്. കുറച്ച് ദിവസം അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കട്ടെ. അവളുടെ വീട്ടിൽ പോയി നിൽക്കാനാണോ നീ അവളെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? കല്യാണം കഴിച്ച് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവളുടെ വീട്ടിൽ നിന്ന് അവളെ അടിച്ചിറക്കി എന്നല്ലല്ലോ. പിന്നെ ഞാൻ അവിടെ ഉള്ളപ്പോൾ അവൾ അവിടെ നിന്നാൽ മതിയല്ലോ. അപ്പോൾ ഇനി നീ ഇവിടെ ഉള്ളപ്പോൾ മാത്രമേ അവൾ ഇവിടെ നിൽക്കത്തുള്ളൂ? അമ്മേ, ഞാൻ അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല. അവൾക്ക് വയ്യാത്ത സ്ഥിതിക്ക് കുറച്ച് ദിവസം അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കട്ടെ. ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കാൻ അവളുടെ വീട്ടിൽ നിൽക്കുന്നതാണ് നല്ലത്. ഇവിടെയാണെങ്കിൽ അമ്മയ്ക്കും വയ്യല്ലോ. അതിനിടയിലെ മീരയെ നോക്കാൻ ആരാ ഉള്ളത്? തൽക്കാലം സ്വന്തം വീട്ടിലാകുമ്പോൾ അവൾക്ക് കുറച്ച് സമാധാനം കിട്ടും. ഞാൻ അവൾക്ക് ഇവിടെ സമാധാനം കൊടുക്കുന്നില്ലെന്നാണോ നീ പറയുന്നത്? അതൊക്കെ അമ്മ സ്വയമേ ചോദിച്ചാൽ മതി. എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി. അമ്മ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ മീരയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്ക്.
സുധിയുടെ ആ വാക്ക് സതിയിൽ ഒരു കനത്ത പ്രഹരം തന്നെയാണ് സൃഷ്ടിച്ചത്. മകനിൽ നിന്നും അത്തരം ഒരു പ്രവൃത്തി അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. ഹലോ സുധിയേട്ടാ, താൻ തൽക്കാലം വീട്ടിൽ പോയി നിൽക്ക്. അത് കഴിഞ്ഞ് എന്തു വേണമെന്ന് ഞാൻ പറയാം. എനിക്ക് ഡ്യൂട്ടിക്ക് സമയമായി. ഞാനിനി ഉച്ചയ്ക്കേ വിളിക്കത്തുള്ളൂ. തൻ്റെ വാട്സപ്പിൽ ഞാൻ കുറച്ച് ലിസ്റ്റ് അയച്ചിട്ടുണ്ട്. അക്കൗണ്ടിൽ പൈസ ഉണ്ടല്ലോ. ആ സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് പോയാൽ മതി. അതൊക്കെ കഴിച്ച് കുറച്ച് ദിവസം നന്നായിട്ട് റെസ്റ്റ് എടുക്കുക. 2 ദിവസത്തേക്ക് കോളേജിലും പോകണ്ട. ഹെൽത്തൊക്കെ ഓക്കെ ആയതിനു ശേഷം പോയാൽ മതി. ഞാൻ ഉച്ചയ്ക്ക് വിളിക്കാം. അത്രയും പറഞ്ഞ് അവളുടെ മറുപടിക്ക് കാക്കാതെ അവൻ ഫോൺ കട്ട് ചെയ്തപ്പോൾ എന്തു പറയണമെന്നറിയാതെ കുഴങ്ങി നിൽക്കുകയായിരുന്നു മീര. ഏതായാലും മോളെ നന്നായിട്ട് എല്ലാം പഠിപ്പിച്ചിട്ടാണല്ലോ ഇങ്ങോട്ട് വിട്ടത്. അവൾ ഇവിടെ വന്ന് 2 ദിവസം ആകുന്നതിന് മുൻപേ എൻ്റെ മോനും ഞാനും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു. അത്ര ഉപകാരം മോളെ കൊണ്ടുണ്ടായല്ലോ. അത് വലിയൊരു കാര്യം തന്നെയാണ്. പെൺകുട്ടികളെ വളർത്തുമ്പോൾ ഇങ്ങനെ തന്നെ വളർത്തണം. മാധവിയുടെ മുഖത്തേക്ക് നോക്കി അത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ സതി അകത്തേക്ക് കയറിപ്പോയിരുന്നു. മീരയുടെ കയ്യിലിരുന്ന ബാഗ് പിടിച്ചുകൊണ്ട് മാധവി പറഞ്ഞു, മോള് വാ. ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ രണ്ടുപേരും മൗനമായിരുന്നു. തൻ്റെ നിർബന്ധത്തിനാണ് ഈ വിവാഹം നടന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ മകളുടെ ജീവിതം താൻ ബുദ്ധിമുട്ടിലാഴ്ത്തിയോ എന്ന ചോദ്യം ആയിരുന്നു മാധവിയിൽ നിറഞ്ഞു നിന്നത്. അത് അവളോട് നേരിട്ട് ചോദിക്കാനും വയ്യ. അവൾ തന്നെ കുറ്റപ്പെടുത്തി എന്തെങ്കിലും സംസാരിച്ചാൽ അവിടെ താൻ തകർന്നു പോകുമെന്ന് അവർക്ക് തോന്നിയിരുന്നു. അമ്മ, മോളെ ഒരു വലിയ നഗരത്തിൽ കൊണ്ട് നടത്തള്ളിയെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ? സുധിയേട്ടൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു ചിന്തയില്ലെന്ന് അമ്മയ്ക്കറിയാലോ. സുധിയേട്ടൻ എന്നെ അത്രയ്ക്ക് കാര്യമായിട്ടാണ് നോക്കുന്നത്. ആളിവിടെ ഇല്ലാത്തപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വരും. അതെനിക്ക് മനസ്സിലാവും. പക്ഷേ ഞാൻ കാരണം അമ്മയ്ക്ക് കൂടി മോശപ്പേരായല്ലോ എന്ന് ഓർക്കുമ്പോൾ ഈ കല്യാണാലോചന വന്നപ്പോൾ തന്നെ അമ്മ വേണ്ടെന്ന് വെക്കണമായിരുന്നു. സുധിയെ മാത്രമേ അമ്മ നോക്കിയുള്ളൂ. അതാ പറ്റിപ്പോയത്. ആ സ്ത്രീയുടെ വായിൽ നിന്ന് വന്ന വാക്കുകൾ കേട്ടില്ലേ? നമ്മൾ കൊടുത്ത സ്വർണവും പണമൊന്നും അവർക്ക് ബോധിച്ചിട്ടില്ല എന്ന് ആദ്യം തന്നെ എനിക്ക് തോന്നിയതാണ്. സുധിയിലുള്ള വിശ്വാസം കൊണ്ടാണ് ഞാൻ പിന്നെയും ഈ വിവാഹം മുന്നോട്ട് പോയിക്കോട്ടെ എന്ന് കരുതിയത്. കഷ്ടപ്പാടാണെങ്കിൽ ഒരിക്കലും അമ്മ പറയാൻ പാടില്ലാത്തതെങ്കിലും എനിക്ക് വലുതെൻ്റെ മോളാണ്. അത് കഴിഞ്ഞേ ഉള്ളൂ മറ്റെന്തും. നിനക്ക് തീരെ നിൽക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടാണെങ്കിൽ നീ ഇറങ്ങി വന്നോളൂ. ഇപ്പോഴും നിന്നെ കൂടി നോക്കാൻ അമ്മയ്ക്കൊരു ബുദ്ധിമുട്ടുമില്ല. അമ്മയ്ക്ക് വേണ്ടിയോ സഹോദരങ്ങൾക്ക് വേണ്ടി മോൾ അവിടെയൊന്നും സഹിക്കണ്ട. എൻ്റെ മോള് ജീവനോടിരിക്കുന്നതിലും വലുതായി എനിക്ക് മറ്റൊന്നുമില്ല. അമ്മ കരുതുന്ന പ്രശ്നങ്ങളൊന്നും അവിടെയില്ല. സുധിയേട്ടൻ്റെ അമ്മ എന്തെങ്കിലുമൊക്കെ പറയും. അത്യാവശ്യം നന്നായി തന്നെ എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പക്ഷെ സുധിയേട്ടനില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ ഇട്ടെറിഞ്ഞ് വരാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഞാൻ. സുധിയേട്ടൻ നാട്ടിൽ വരുന്നതുവരെയെങ്കിലും ഇങ്ങനെയൊക്കെ പോട്ടെ. നാട്ടിൽ വന്നു കഴിഞ്ഞ ഉടനെ ഇനിയൊരു തിരിച്ചുപോക്ക് ഉണ്ടാവില്ലെന്നാണ് പറയുന്നത്. ഇവിടെ എന്തൊക്കെയോ ബിസിനസ്സുകളും മറ്റു പ്ലാനും തുടങ്ങാനുണ്ട്. അതിനുവേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ്. അതൊക്കെ ശരിയാവുമായിരിക്കും. അതിനിടയിൽ സുധിയേട്ടനെ വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതി ഞാൻ കൂടുതലായിട്ടൊന്നും പറയാത്തത്. അമ്മ വിചാരിക്കുന്നത് പോലെ സുധിയേട്ടനിൽ നിന്നും മോശമായിട്ടുള്ള ഒരനുഭവങ്ങളും എനിക്കുണ്ടായിട്ടില്ല. എനിക്കൊന്ന് വേദനിച്ചാൽ എന്നെക്കാൾ കൂടുതൽ നോവുന്നത് സുധിയേട്ടനാണ്. അങ്ങനെയുള്ള മനുഷ്യനെ ഉപേക്ഷിച്ച് ഞാൻ എങ്ങോട്ടാണ് വരുന്നത്? കണ്ട നാൾ മുതൽ ഇന്ന് വരെ എന്നെ സ്നേഹം കൊണ്ട് മൂടിയിട്ടുള്ള അദ്ദേഹത്തെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഈശ്വരൻ പോലും എന്നോട് പൊറുക്കില്ല. മറ്റാരെയും ഞാൻ നോക്കുന്നില്ല. സുധിയേട്ടൻ എന്നെ എങ്ങനെ കരുതുന്നു എന്ന് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. പറഞ്ഞപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. തുടരും. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.